ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്, വന്ദിക്കുകയാണ്, മഹത്വപ്പെടുത്തുക. സോണി ഇന്ന് ആരാധിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ദയ ലഭിച്ചോർ നാം വാഴ്ത്തിയിടുമോ എന്നുള്ള പാട്ട് ഞാനിന്ന് എടുക്കുന്ന പ്രസംഗത്തോട് വളരെ ചേർന്ന് വരുന്നുണ്ട്. അപ്പം അത് തന്നെ എനിക്കിന്നൊരു വലിയ കൺഫർമേഷനായിട്ട് ദൈവം തന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഞങ്ങൾ ആലുവയിലായിരുന്നു. കുറച്ച് റിപ്പയർ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആലുവയിലോട്ട് മാറേണ്ടി വന്നു. ഒരു 12 ദിവസം ഞങ്ങൾ ആലുവയിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവിടെ ചെറിയ 3 ഫ്ലാറ്റാണ്. ഒരു ഫ്ലാറ്റാണ്, അതിൻ്റെ 3 മുറി. അതിൽ മുറി തീരെ ചെറുതല്ല, പക്ഷേ അതിങ്ങനെ ജെല്ലെല്ലാം അടച്ച് കിടക്കുന്നതുകൊണ്ട് അവിടെ AC ഇട്ട് കിടന്നതുകൊണ്ട് മെനഞ്ഞാന്ന് വന്നപ്പം ഒരു ഭയങ്കരമായ സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടായിപ്പോയി. സൈനസൈറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഇവിടെ എല്ലാം കൂടെ ഭയങ്കര വിങ്ങലും വേദനയും ഒക്കെ ആയിട്ട് വല്ലാതെ ഭാരപ്പെട്ടു. എങ്ങനെയാണെന്ന് അറിയത്തില്ല, മെസ്സേജ് ഒന്നും ഒരുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയൊക്കെ വളരെ ഭാരപ്പെട്ടു. അങ്ങനെ ഇരുന്ന് ഇന്നലെ വേറൊരു മെസ്സേജ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെടുത്തപ്പോൾ ഒരു തരത്തിലും എനിക്കൊരു ആത്മാവിൻ്റെ നടത്തിപ്പ് കിട്ടിയില്ല. അങ്ങനെയാണ് ഇന്ന് ഈ മെസ്സേജ് എടുക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തിയും അങ്ങനെ ഈ മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊരു ഹെഡിങ് കൊടുക്കാനാണെങ്കിൽ ഇപ്രകാരം ഒരു ഹെഡിങ് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു ദൈവ പൈതലിന് ഉള്ളതായിട്ടുള്ള അധികാരങ്ങൾ, ദ അതോറിറ്റീസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഒരു ദൈവ പൈതലിന് ദൈവവചനപ്രകാരമുള്ള അധികാരം. ഇതൊന്നും തന്നെ ഒരൊറ്റ പോയിന്റ് പോലും എൻ്റെ ചിന്തയിൽ നിന്ന് വന്നതല്ല, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളോടൊന്ന് പാൽക്കാലം ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് തലയുടെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങളൊരു ചെറിയ കൂട്ടമായിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്നു. ചെറിയ കൂട്ടമാണെങ്കിൽ അങ്ങയുടെ 2-3 വരെ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നുള്ള വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയമായി സംസാരിക്കണം, ഹൃദയമായി ഇടപെടണം. അവിടുന്ന് അടിനെ ഏൽപ്പിച്ച ദൂതാണ്. നാവിന്മേൽ അഗ്നിയുടെ അഭിഷേകം തരണം. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങയുടെ ജനത്തെ കരം പിടിച്ച് നടത്തണം. അടിനെ വേറൊരു ആയുധമായി മാത്രം ഇന്ന് വാൽക്കാലം ഉപയോഗിക്കണം. സകലത്തിലും പൊന്നുനാമം മഹിമപ്പെടണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങെടുക്കുന്നത് കൊണ്ട് സ്തോത്രം. പുത്രന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ആ പാട്ട് പാടിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ദൈവം നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവം മക്കളായി തീരാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്, അല്ലേ? നാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. He has given us the authority to become. അധികാരമാണ് പ്രിയമുള്ളവർ. ഇത് നമ്മൾ ഓർക്കണം. വലിയവനാണ് ദൈവം. നമ്മളെ മണ്ണുകൊണ്ട് മെനഞ്ഞ മൂക്കിൽ ജീവശ്വാസം പുതിയ വലിയവനാണ് ദൈവം പറയുകയാണ്, എന്നെ നീ വിശ്വസിച്ച് എന്നെ നീ ഹൃദയത്തിലേക്ക് കൈക്കൊണ്ടാൽ നീ ആ നിമിഷം മുതൽ യു ആർ മൈൻ ആൻഡ് ഐ ആം യുവേഴ്സ്. ഞാൻ നിന്റേതും നീ എൻ്റേതുമാണ്. ഹാലേലൂയ. എന്തൊരു വലിയ പദവി അല്ലേ! നമുക്ക് വാസ്തവത്തിൽ ഇതിൻ്റെ മഹത്വം പലപ്പോഴും മനസ്സിലാക്കാൻ പ്രയാസം. എന്നാൽ ജാതീയമായ ചുറ്റുപാടിൽ നിന്നൊക്കെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് എന്തെല്ലാം വില കൊടുത്ത് നിൽക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. കാരണം അവരിതിൻ്റെ വില മനസ്സിലാക്കി വരാം. നമ്മൾ പലപ്പോഴും ഇതിങ്ങനെ ഉപയോഗിച്ച് ദൈവമക്കൾ എന്നുള്ള ഭാഷ ഇങ്ങനെ ഉപയോഗിച്ച് നമുക്കതിൻ്റെ ഗൗരവമൊക്കെ നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ഇത് വാസ്തവത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന എപ്പോഴാണ്? അന്ത്യനാളിൽ കാഹളത്തിങ്കൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അനേകർ കാണപ്പെടാതെ നാം എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമ്പോഴാണ് നാം ദൈവമക്കളായി തീർന്നതിൻ്റെ വില നാം അറിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സത്യം ഒരിക്കലും മറക്കരുത്. ആദ്യത്തെ ഏറ്റവും വലിയ നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയവനായുള്ള നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നമുക്കറിയാം. For God so loved the world that he gave his only begotten son. അല്ലേ? ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർത്ത് കളയത്തക്കവണ്ണം ദൈവം ലോകത്തെ നമ്മെ സ്നേഹിച്ചതാണ്. അതാണ് കർത്താവിൻ്റെ സ്നേഹം. ഒരിക്കൽ ഒരു സ്ത്രീ അവളുടെ ഭർത്തക്കാരനോട് ചോദിച്ചു, ഒരു കുടുക്ക് ചോദ്യമായി ചോദിച്ചു. അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു, അവരുടെ ഏക കുഞ്ഞ് മരിച്ചു. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ
ഇത് ഈ സ്ത്രീ ചെന്ന് പട്ടക്കാരനോട് ചോദിച്ചു, അങ്ങ് ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ ഭർത്താവും എൻ്റെ പ്രിയ ഭാര്യയും മരിക്കുമ്പോൾ അങ്ങ് പറയുന്ന ദൈവം എവിടെയായിരുന്നു? അപ്പം ഈ പാസ്റ്റർ വളരെ ശാന്തമായിട്ട് ഇപ്രകാരം പറഞ്ഞു. ശ്രദ്ധിക്കണേ, അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: സ്വന്തം പുത്രൻ കാൽവറിയിൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നു? അവിടെ തന്നെയായിരുന്നു പിതാവായ ദൈവം. എത്ര വലിയ സത്യമാണ് അല്ലേ? എത്ര വലിയ സത്യമാണ് ഇത്! നമ്മളെപ്പോഴും ഓർക്കണം. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, എന്തെല്ലാം വേദനകൾ കൂടെ നിരാശകൾ കൂടെ നാം കടന്നുപോയാലും നാം എപ്പോഴും ഓർത്തോണം, നമ്മൾ ദൈവനാളുടെ ദൈവത്തിന്റെ അഖിലാണ്ടത്തിന്റെ ഉടവന്റെ മക്കളാ. അവന്റെ ചങ്കിലെ ചോരയുടെ വിലയാ. സ്വന്തം പുത്രനെ കാൽവരിയിൽ തകർത്ത് നമ്മളെ വിലയുള്ളവരായി കണ്ടവരാ പിതാവായ ദൈവം. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഒന്നാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, God has given us the authority to become His sons and daughters. അതുകൊണ്ടാണ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയാണ്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അല്ലേ? കാൺമീൻ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം! ഇത് നമ്മളെപ്പോഴും ഓർക്കണം. നമുക്ക് നന്ദിയോടെ ദൈവത്തെ എപ്പോഴും സ്തുതിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മെ അവൻ വീണ്ടെടുത്തു അല്ലേ? ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ ദൈവം എന്നെ കണ്ടു, എന്നെ തെരഞ്ഞെടുത്തു, അവന്റെ മഹത്വമുള്ള സുവിശേഷത്തിന്റെ പെട്ടകം ചുമപ്പാൻ ഭാഗ്യം തന്നു. ഹല്ലേലൂയ! ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ആലോചിച്ച് നോക്കിയേ, ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്. പക്ഷേ നിങ്ങളെയും എന്നെയും ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മെ ഉരുവാക്കിയ സമയത്ത് തന്നെ അവൻ്റെ കണ്ണ് നമ്മളെ കണ്ട് അവൻ നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നാം ഇന്ന് അവൻ്റെ മക്കളായിരുന്നു ഇന്ന് അവനെ ആരാധിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. ഹല്ലേലൂയ! അതുകൊണ്ട് ഒന്നാമത്തെ അധികാരം എന്ന് പറഞ്ഞാൽ അവൻ്റെ മക്കളായി തീരാൻ അവൻ നമുക്ക് ഭാഗ്യം തന്നു, അധികാരം തന്നിരിക്കുകയാണ്. അതൊരു അധികാരമാണ്. രണ്ടാമതായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് പാപത്തിന്മേലുള്ള ജയമാണ്. വിക്ടറി ഓവർ സിൻ. ഇന്ന് പലപ്പോഴും പാപത്തിന്മേൽ ജയം കിട്ടാതെ പ്രായമുള്ള ഒരു യൗവന തലമുറയൊക്കെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് എല്ലാ പാപ സ്വഭാവത്തിന്മേലും ജയമുണ്ട്. ഇത് പറഞ്ഞപ്പോ പലരുടെ വായിന്ന് സ്തോത്രം വന്നില്ല. എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും തോൽവികളുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലുമുണ്ട്. ഞാൻ ഒരുപാട് ചില വിഷയങ്ങളിൽ മേൽ ജയം കിട്ടാതെ കിടന്ന് സഫർ ചെയ്തതാണ് അനേകം കാലഘട്ടങ്ങളുണ്ട്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, കൺമോഹത്തിന്റെ ബന്ധനം ഒക്കെ വർഷങ്ങളോളം ഞാൻ അനുഭവിച്ചതാണ്. അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഐ ഹാവ് സ്ട്രഗിൾഡ് ലൈക്ക് എനിത്തിങ്. പക്ഷെ പുറത്തു വരാൻ കഴിഞ്ഞില്ല. പക്ഷേ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം ആഴത്തിൽ പഠിച്ചപ്പോഴാണ് ഇതിൻ്റെ അതിൻ്റെ മർമ്മം എവിടെയാണെന്നുള്ളത് അവിടെയാണ് രേഖപ്പെടുത്തി. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തെ എല്ലാവരും എടുത്താട്ട്, ബൈബിളിലുള്ള എല്ലാവരും എടുത്താട്ട് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒരാൾ ഉറക്കെ വായിച്ചാട്ട് ബാക്കിയുള്ള എല്ലാവരും അത് ശ്രദ്ധിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കും. We have crucified our old man with Christ. ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇനി അവിടെ നോക്കിയിരിക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എപ്പോൾ? ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ഇനി ജീവിക്കുന്നതെന്ന് ഞാനല്ല, ക്രിസ്തു അത്രേനെ ജീവിക്കുക. അപ്പം ഞാൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ നാവ് കർത്താവിനോടുകൂടെ ക്രൂശിക്കളയുക. അപ്പം എൻ്റെ നാവ് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ആ നിമിഷത്തെ നമ്മൾ ഓർക്കണം, അയ്യോ
എൻ്റെ നാക്ക് കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പം പിന്നെ എങ്ങനെ എനിക്ക് ആ അരുതാത്ത പറയാൻ പറ്റുന്നേ? എനിക്കെങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റുന്നേ? എനിക്കെങ്ങനെ മറ്റുള്ളവരെ കുറിച്ചുള്ള അപവാദം പറയാൻ പറ്റുന്നേ? മറ്റുള്ളവരെ കുറിച്ചുള്ള ദുഷി പറയാൻ പറ്റുന്നത് എങ്ങനെയാ? എനിക്കത് പറ്റത്തില്ല. കാരണം എൻ്റെ നാവ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഒരു പ്രത്യേക പദം ഉപയോഗിച്ചിട്ടുണ്ട്, അപ്രൂവ്ഡ് അണ്ടു ഗോഡ്. ദൈവത്തിന് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിന്മേൽ തമ്പുരാൻ സീൽ ചെയ്യണം, അപ്രൂവ്ഡ് അണ്ടു മീ, എനിക്ക് യോഗ്യമായത്. എൻ്റെ കണ്ണിന്മേൽ ദൈവത്തിൻ്റെ സീൽ ഉണ്ടാകണം. മൈ ഐസ് ആർ അപ്രൂവ്ഡ് അണ്ടു മൈ ഗോഡ്. മൈ ഹാൻഡ്സ്, മൈ ലെഗ്സ്, എൻ്റെ കൈകൾ, എൻ്റെ കാലുകളെല്ലാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഇനിയിപ്പം ഞാൻ പാപം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രൂശിൽ നിന്ന് ഇറങ്ങി വരണം. നമുക്കുള്ള കുഴപ്പം എന്തുവാ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്രൂശിൽ നിന്ന് താഴോട്ടിറങ്ങും, കയറുകയും ചെയ്യും, അല്ലേ? ഇതാ നമുക്കുള്ള കുഴപ്പം. പക്ഷെ അതുമേ ജയമുണ്ട് പ്രിയമുള്ളവർ, നിരാശപ്പെടേണ്ട കാര്യമില്ല. വി ഹാവ് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ക്രിസ്തുവിനോടുകൂടെ ക്രൂശി, ഇത് ചില അറിവുകൾ നമുക്ക് ആവശ്യമാണ്. ഈ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു ഉപരിതലത്തിൽ നമ്മുടെ ഒരു വികാരങ്ങൾ അധിഷ്ഠിതം മാത്രമല്ല. വികാരങ്ങൾക്ക് സ്ഥാനമുണ്ടാകും, പക്ഷെ മോർ ദാൻ അവർ ഇമോഷൻസ് വി മസ്റ്റ് നോ സർട്ടൻ തിങ്സ്. നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. എന്തറിയണം? ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. എപ്പോഴും ഓർത്തോണം, രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഓർത്തോണം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. രണ്ടാമത് 6:11. പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം. യു മസ്റ്റ് കൗണ്ട് യുവർസെൽഫ്. നിങ്ങളെ തന്നെ എണ്ണണം. ഞാൻ പാപസംബന്ധമായി മരിച്ച വ്യക്തിയാണ്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഞാനത് ഐ ഷുഡ് കൗണ്ട് മൈ സെൽഫ് ലൈക്ക് ദാറ്റ്. ഞാൻ അപ്രകാരം എന്നെ തന്നെ എണ്ണണം. മൂന്നാമത് 6:13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ അവയവങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പിന്നെ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പീൻ. നമ്മുടെ ഓരോ അവയവവും ദൈവത്തിന് സമർപ്പിക്കണം. രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ, കർത്താവേ, എൻ്റെ കൈ നിനക്കായി സമർപ്പിക്കുക, എൻ്റെ കാല് നിനക്കായി സമർപ്പിക്കുക, എൻ്റെ കണ്ണുകൾ നിനക്കായി സമർപ്പിക്കുക, എൻ്റെ നാവ് നിനക്കായി സമർപ്പിക്കുക, എൻ്റെ ചിന്തകൾ നിനക്കായി സമർപ്പിക്കുക, എന്നെ തന്നെ മുഴുവനായി നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുക. പ്രിയമുള്ള, ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മൾ കർത്താവിൻ്റെ കരങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവകാശി ആരാ? ആണോ? ആയിരിക്കണം. നമുക്കിനി നമ്മുടെ ജീവിതത്തിന്മേൽ, നമ്മുടെ ശരീരത്തിന്മേൽ അവകാശമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ, ഭർത്താവിന് ഭാര്യയുടെ ശരീരത്തിന്മേൽ അവകാശമുണ്ട്, അത് വേറെ കാര്യം. അത് ഇതുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ മേൽ അധികാരമില്ല. നമുക്കുള്ള സകല അധികാരവും ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. മുമ്പോട്ട് പോട്ടെ. 4, 6:19 എൻ്റെ അവസാന ഭാഗം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. അത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? എന്നോട് വായിച്ചു. അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി നമ്മുടെ അവയവങ്ങളെ നമ്മൾ കഴിഞ്ഞ നാളിൽ സമർപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വേണ്ടി നമുക്ക് തോന്നുന്നത് മുഴുവൻ നമ്മളോട് പറയും. ഒരുവൻ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെടും. ഒരുത്തൻ ഇങ്ങോട്ട് 1 പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് 2 പറയും. ഒരുത്തൻ ഇങ്ങോട്ട് പാര വെച്ചാൽ അവർ 10 പാര നമ്മൾ അങ്ങോട്ട് വെക്കും. ഇതൊക്കെ നമ്മുടെ പഴയ മനുഷ്യനാണ്, അല്ലേ?
അപ്പോ അത് കഴിഞ്ഞിട്ട് ഉരിഞ്ഞു കളഞ്ഞിട്ട് നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിന് നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. അപ്പം വിശുദ്ധിക്കും നീതിക്കും അടിമകളായി നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കണം. ഇത് വളരെ ഗഹനമായ ഒരു പഠനമാണ്, ആഴത്തുള്ള പഠനമാണ്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ വചനങ്ങൾ, ഈ 6-ാം അധ്യായം വീണ്ടും വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ ഹോംവർക്ക് ചെയ്യണം. അപ്പോഴതിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് കഴിയുന്നു. പിന്നെ മുമ്പോട്ട് പോകാം. വായിച്ചോ, മതി 7:25 കൂടെ ഒന്ന് വായിച്ചേ. റോമർ 7:25. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കുമെന്നുള്ള വലിയൊരു ചോദ്യം ചോദിച്ചതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് തന്നെ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ജയം നൽകുന്ന ഒരു കർത്താവുണ്ട്. കാരണം അവൻ ജയിച്ച ജയാളിയാണ്. ഹല്ലേലൂയ. സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തകർത്ത് ജയിച്ച ജയാളിയായവൻ നമ്മുടെ അപ്പനായതുകൊണ്ട്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ട്, നമ്മുടെ രാജാവായതുകൊണ്ട്, നമ്മുടെ രക്ഷിതാവായതുകൊണ്ട്, നമ്മളെ ചേർപ്പാൻ വേഗം വരുന്നത് കൊണ്ട് നമ്മളും ജയാളികളാണ്. ഹല്ലേലൂയ. ഒരു പാപത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഇത് നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. 3-ാമതായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരമെന്ന് പറയുന്നത് പിശാചിൻ്റെ മേലും അവൻ്റെ സകല അധികാരങ്ങളിൽ മേലും, അന്ധകാര ശക്തികളിന്മേൽ, ദേശത്തിൻ്റെ ദേശാധിപതിയുടെ ശക്തികളിന്മേൽ എല്ലാം നമുക്ക് ജയം തരുന്നവനാണ് നമ്മുടെ ദൈവം. വായിക്കാം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. മർക്കോസ് 3:15. അതിന്റെ തൊട്ട് മുകളിൽ 14 വായിച്ചു. അവൻ കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ വിളിക്കുന്നതിന്റെ ഉദ്ദേശം പറയാണ്. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. അപ്പം 12 കർത്താവ് നിയമിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, 1 തന്നോടുകൂടെ ഇരിപ്പാൻ, 2 പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ, 3 ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിന്. ഈ ഭൂതം എന്ന് പറയുമ്പോൾ എല്ലാ മാനസികമായ പ്രയാസങ്ങളും ഭൂതമല്ല. ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ചില പ്രശ്നങ്ങൾ പൈശാചികമായ ബന്ധനങ്ങളാണെങ്കിൽ എത്ര ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് വിടുതൽ കിട്ടത്തില്ല. ആ കെട്ട് പൊട്ടിയേ പറ്റും. ആ കെട്ട് അധികാരമുള്ള ദൈവദാസന്മാർ പൊട്ടിക്കണം. അവിടെ ഞാൻ ആ വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചാ. അധികാരമുള്ള ദൈവദാസന്മാരാരാ? നീ പാസ്റ്റർ ക്രിസ്റ്റിനെ വിളിക്കേണ്ടി വരുമോ? ഒന്ന് പറ. അധികാരമുള്ളവരാരാ? ക്രിസ്തുവേശുവിൽ വിളിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ മക്കളെല്ലാം പിശാചിന്റെ മേൽ അധികാരമുള്ളവരാണ്. ഇത് സ്തോത്രം ചെയ്തവർക്ക്. We have got authority over principalities and darknesses. എങ്ങനെ അധികാരം കിട്ടി? കർത്താവ് വാഴ്ചകളെ, കൊലോസ്യ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ പരസ്യമായി കാഴ്ചയാക്കി അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഡേവിഡ് പ്രിൻസ് എന്ന് പറയുന്ന ആൾ വലിയൊരു ബൈബിൾ സ്റ്റഡി സ്കോളർ ഉണ്ടായിരുന്നു. അത് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനോഹരമായ ബുക്കുണ്ട്. അദ്ദേഹം പറയുന്നത്, when the Lord has made the victory march on the cross of Calvary,
you and I were also included in that victory march. Hallelujah. Hallelujah. നമ്മുടെ കർത്താവ് ശത്രുവിന്റെ മേലും പിശാചിന്റെ മേലും അവന്റെ സൈന്യത്തിന്റെ മേലും ജയം കൊണ്ടാടി. ആ ജയം കൊണ്ടാടിയപ്പോൾ ആ ജയത്തിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം. ദിസ് ഈസ് ദ ഫാക്ട്. ഇത് സത്യമാ, വചനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ ആലോചനയല്ല, വചനത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. നമുക്ക് അന്ധകാര ശക്തികളിൽ മേൽ ജയമുണ്ട്. ഈ അന്ധകാര ശക്തി ദേശത്തിന്റെ ദേശാധിപതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ദുഷ്ടാത്മസേന. പ്രിയമുള്ള, ഇതൊക്കെ ആഴത്തുള്ള പഠനം. ഇതൊക്കെ ആർക്ക് വേണമല്ലേ? നമുക്കിതൊന്നും വേണ്ട. നമുക്കെങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ടു ആരാധിക്കുന്നു. ഇനി രോഗം മാറണം, ക്ഷീണം മാറണം, മക്കളെ ജോലി കിട്ടണം, പിള്ളേരുടെ കല്യാണം നടക്കണം, മക്കളില്ലെങ്കിൽ മക്കളുണ്ടാകണം, വീട് കിട്ടണം, കാറ് കിട്ടണം, സമ്പത്ത് കിട്ടണം. ഇതൊക്കെയുള്ളൂ നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. വേറെ ഒന്നും നമ്മുടെ വിഷയമല്ല. ചിലർ പറയുമോ ഇതൊക്കെ ഇപ്പം പഠിച്ചിട്ട് എന്ത് കൊടുക്കാനാ? കർത്താവ് വരുമ്പോൾ അങ്ങ് പോകണം, ബാക്കി കാര്യമൊക്കെ കർത്താവ് നോക്കിക്കോളും. ചിലരെങ്ങനെ വളരെ പാസീവാണ്, ചിലർ വളരെ നെഗറ്റീവാണ്. പക്ഷേ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് we have to be active, taking authority over principalities and darknesses. പ്രിയമുള്ളവർ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ എങ്ങനെ സുവിശേഷകൾ ഇത്രയും പ്രചരിച്ചെന്നറിയാമോ? ഭൂതബാധിതരായിട്ടുള്ള അനേകം ആളുകൾ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ചെറുപ്പക്കാരൊക്കെ ദൈവദാസന്മാർ ധൈര്യത്തോടെ അവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വലിയ വിടുതലുകൾ നടന്നപ്പോഴാണ് ദൈവത്തിന്റെ ശക്തി ജനം തിരിച്ചറിഞ്ഞത്. അല്ലാതെ യേശു രക്ഷിക്കപ്പെടുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം മനസ്സിലാകത്തില്ലായിരുന്നു. അവർക്ക് വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരന്വേഷിച്ചു, യേശു ആരാണ്? ഹൂ ഈസ് ദിസ് യേശു മസീ? യേശു മസീ ആരാണ്? കാരണം അവർക്ക് വിടുതൽ നടന്നു. അവരുടെ മന്ത്രവാദികൾക്ക് വിടുതൽ കൊടുക്കാൻ കഴിയാഞ്ഞത്, അവരുടെ തത്വശാസ്ത്രങ്ങൾക്ക് വിടുതൽ കൊടുക്കാൻ കഴിയാഞ്ഞത്, യേശുവിൽ കൂടെ വിടുതൽ നടന്നപ്പോൾ അവർ യേശുവിനെ സേവിപ്പാൻ അവർ എന്ത് ത്യാഗവും സഹിച്ചിന്ന് നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ നിൽക്കുന്നു. കാരണം അവരുടെ മേലുണ്ടായിരുന്ന ഭൂതബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. സഭയ്ക്ക്, പെന്തിക്കോസ്ത് സഭയ്ക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇന്നില്ല, നമുക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് മാറ്റം വന്നോ? പണ്ടുണ്ടായിരുന്ന കർത്താവ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വഭാവം എല്ലാം അങ്ങ് മാറിപ്പോയി നമ്മുടെ കണക്ക്. ഇപ്പം ആള് പഴയ ആളേ അല്ല. ആണോ? ആണോ? പഴയ ആള് തന്നെയാണ്. അവൻ ഒരു വ്യത്യാസം വന്നില്ല. വചനം പറയുന്നത് he is the same unchanging God, same yesterday, today and forever. ഇന്നും എന്നേക്കും അവൻ അനന്യൻ തന്നെ. ഹല്ലേലൂയ. അവന് ഗതിഭേദമില്ല, ആച്ഛാദനമില്ല. He cannot change himself. അവന് തന്നെ കർത്താവിന് മാറാൻ പറ്റത്തില്ല. വാക്ക് മാറാൻ അവന് പറ്റത്തില്ല. പറഞ്ഞ് തിരിച്ചെടുക്കാൻ അവന് പറ്റത്തില്ല. കാരണം അവന്റെ പേര് വിശുദ്ധനും സത്യവാനുമായവൻ. ആമേൻ. വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ, നമ്മളോടുള്ള വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ. He cannot go back from his promises which he has given us through his word. അവന്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയ അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നും തന്നെ അവൻ പിൻവലിക്കുന്ന ദൈവമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്ത് കാണാൻ ദൈവം ആഗ്രഹിക്കുക. ഈ വചനത്തിൽ ഒറ്റ ഒരിടത്ത് മാത്രമേ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആത്മാവിൽ സന്തോഷിച്ചു എന്ന് ഒറ്റ ഭാഗത്തെ പറയുന്നു. ഈ ആ ഭാഗം എന്താണെന്ന് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക, അല്ലെ പിന്നെ നിങ്ങൾക്ക് ആകപ്പാട് അങ്ങനെ ഉണ്ടോ എന്നുള്ള സംശയമായിപ്പോൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 10:19 മുതലൊന്ന് വായിച്ചു. ലൂക്കോസ് 10:19 മുതൽ. പാമ്പിനെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തിയില്ല.
ആ ഇത് ഒന്ന് ഇവിടെ നിൽക്കട്ടെ മോളെ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷം. ഈ വാക്യം ചിലർ കയറി പിടിക്കും കേട്ടോ. എന്നോട് പലരും തർക്കിച്ചിട്ടുണ്ട്. ഭൂതങ്ങളെ എല്ലാം പുറത്താക്കുന്ന കാര്യം പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, പിന്നെ ഭൂതങ്ങളെ പുറത്താക്കുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതേണ്ടതാണ്. അതുകൊണ്ട് അതിൽ സന്തോഷിച്ചാൽ മതി, മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടെന്ന് എന്നോട് പലരും വാദിച്ചിട്ടുണ്ട്. പക്ഷേ വചനം വ്യക്തമായിട്ട് പറയുന്നു അത് ഒരു വശമാണ്. കാരണം നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്ന എന്തിനാ? വലിയ കട്ടൗട്ട് ഏതായാലും ഇവിടെ അത് മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്കത് കാണുന്നതേ എനിക്ക് താഴേന്ന് മേളി വരെ കയറി വരും. വാസ്തവത്തിൽ നമ്മൾ പുറത്താക്കേണ്ടത്. കാരണം എന്തിനാ വേണ്ടത്? നമുക്ക് എന്തിനാ പൈസ? കാരണം നമ്മളെ കട്ടൗട്ട് വെച്ച് നമ്മൾ ഏതാണ്ട് ആരാ നമ്മൾ ആരുമല്ല പ്രിയമുള്ളവരെ. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്, അവൻ്റെ വിശ്വസ്തതയാണ്. അല്ലാതെ നമുക്ക് ഏതാണ്ട് വലുത് ആയതുകൊണ്ട് അല്ല പ്രിയമുള്ളവർ. സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഓരോരുത്തർക്കും ദൈവാധികാരം തന്നിട്ടുണ്ട്. We have got authority over principalities and darkness. ഇത് പ്രസംഗിക്കുന്ന വിശാലിന് ഇഷ്ടമല്ല. ഇന്ന് രാവിലെ സർവത്ര ഗുലുമാലായിരുന്നു. 2 ദിവസം സർവത്ര ഗുലുമാല, വചനം തരാതെ ഈട്ടനെ കുരുട്ടി. ഞാൻ പറഞ്ഞു ദുഷ്ടപിശാചി എന്ത് കാണിച്ചാലും ഞാൻ ഇന്ന് പോവും, ഞാൻ ഇന്ന് പ്രസംഗിക്കും. അതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് അല്ല വന്നത്, ടാക്സി വിളിച്ചേക്ക് വന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് കർത്താവിന് ചെയ്തെടുക്കാൻ ഉദ്ദേശം. എന്തിനാ നിങ്ങളെ എന്നെയും തെരഞ്ഞെടുത്ത് ഈ പട്ടണത്തിലാക്കി വെച്ചത്? അവന്റെ മഹത്വമുള്ള സുവിശേഷം പറയുക മാത്രമല്ല, അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, വീര്യപ്രവർത്തികളുടെ ശുശ്രൂഷ നമ്മളിൽ ഓരോരുത്തരിൽ കൂടെയും നടക്കണം. അതിനുവേണ്ടി അദ്ദേഹം നമ്മളെ വിളിച്ച് സഭയാക്കി ഇവിടെ നിർത്തിയിരിക്കുന്നു. ചെറിയ കൂട്ടമായിക്കോട്ടെ മതി. ഞാൻ എപ്പോഴും ഇനി പാസ്റ്ററിനോട് പറയുന്ന കാര്യമുണ്ട്, ആളിന്റെ വലിപ്പമല്ല. ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. 2 പേര് മതി. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താ പറഞ്ഞത്? 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാൽ ഞാൻ അവിടെ നടുവിൽ. കർത്താവിനെ അറിയാം. 2 പേര് മതി, ഐക്യവത്യമുള്ളവർ മതി. അവിടെ ദൈവത്തിന്റെ തീ ഇറങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന സഭകളായി നമ്മുടെ സഭകൾ മാറണം. ആളുകൾ ഓടിക്കൂടണം. എങ്ങനെയാ ഉണർവ് നടന്നത്? ഞാൻ ഇതൊന്നും പറയാൻ വന്ന വിഷയങ്ങളല്ല. കർത്താവിനെ കൊണ്ടുപോവുക. അജു സ്ട്രീറ്റിൽ ഉണർവ് നടന്നത് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടം, പക്ഷെ അവിടെ വലിയ തീ കത്തുകയാണ്. തീ കത്തുക. ജനങ്ങളെല്ലാം ഓടിക്കൂടി. ഫയർ എഞ്ചിൻസ് വന്നു. കാരണം ആരാണ്ട് വിളിച്ചു പറഞ്ഞു, 911 വിളിച്ചു പറഞ്ഞു, തീ കത്തുന്നു ഇന്ന സ്ട്രീറ്റിൽ, ഇന്ന ഭവനത്തിൽ. ഫയർ എഞ്ചിൻ വന്നു. എല്ലാവരും നിൽക്കുക. പക്ഷെ തീ കത്തുന്നു. പക്ഷെ വീട് വന്നു പോകുന്നില്ല. ആരും അലറി വിളിച്ച് പുറത്തോട്ട് ഓടുന്നില്ല. അതിനു പകരം അവിടെ എന്തൊക്കെയോ ഭാഷകൾ ആളുകൾ സംസാരിക്കുക. അവിടെയാ ഉണർവ് ആരംഭിച്ചത്. ദൈവത്തിന്റെ അഗ്നി എവിടെ ഇറങ്ങുമോ അവിടെ ഉണർവ് ആരംഭിക്കും. അവിടെ പാപബോധം ഉണ്ടാകും. സിനിമാ തിയേറ്ററുകൾ അടച്ചുപൂട്ടി, വ്യഭിചാരശാലകൾ അടച്ചുപൂട്ടി, മദ്യശാലകൾ അടച്ചുപൂട്ടി. വലിയ ഉണർവ് ആ പട്ടണത്തിൽ ദൈവം ആരംഭിച്ചു. അത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറപ്പെട്ടു. ഈ ഒരു പ്രവർത്തനം ഇന്ന് എന്നിൽ കൂടെ നിങ്ങളിൽ കൂടെ തമ്പുരാൻ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുക. നാം ഏൽപ്പിച്ചു കൊടുക്കുമോ? മോനെ, നീ ഏൽപ്പിച്ചു കൊടുക്കുമോ? നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ നിന്നോട് ഹിന്ദി പറഞ്ഞേനെ. ദൈവം നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നു. ബൈബിൾ കോളേജിലാണെങ്കിൽ എവിടെ ആയിരുന്നാലും നീ ആയിരിക്കുന്ന ഗ്രാമത്തിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. നിന്നെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയും. God can do great things. Miracles one after another should be carried out in this generation. ഈ തലമുറയിൽ അത് നടക്കണം. ആരിൽ കൂടെ നടക്കണം? എന്നിൽ കൂടെയും നിങ്ങളിൽ കൂടെയും. ഒരു പാസ്റ്ററുമല്ല,
ഒരു ദൈവദാസനുമല്ല. അവരെ ദൈവം ഉപയോഗിക്കട്ടെ, ഞാൻ അതിനൊന്നും എതിരൊന്നുമല്ല. നല്ല ദൈവദാസനാ കൃപയുള്ളവർ പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ഞാൻ അങ്ങനെയുള്ള പ്രാർത്ഥന ആഗ്രഹിക്കുന്നതാണ്. നല്ല കൃപയുള്ളവരാണെങ്കിൽ ഞാൻ പോവുകയും ചെയ്യും, പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും. അതിനൊന്നും എനിക്ക് പടിയൊന്നുമില്ല. കാരണം ഞാനൊന്നുമല്ല. കൃപാവരങ്ങളുള്ള ദൈവദാസന്മാരുണ്ട്. പക്ഷെ അവരാരും തങ്ങളെ പേരുകൾ ഇങ്ങനെ കട്ടൗട്ട് വെച്ച് പ്രഘോഷിച്ചുകൊണ്ട് നടക്കത്തില്ല. അളക്കാനുള്ള അളവ് തോത്, ഒന്നാമത്തെ അളവ് തോത് ഒരു ദൈവദാസനാണെങ്കിൽ ഒരിക്കലും തന്നെ പ്രൊജക്റ്റ് ചെയ്യത്തില്ല. എപ്പോഴും he will be projecting the Lord and the Lord only. കർത്താവിനെ മാത്രമേ ഉയർത്തത്തുള്ളൂ, വേറെ ആരും ഉയർത്തത്തില്ല. ആരെങ്കിലും ഒരു ദൈവദാസൻ താൻ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും നോട്ടീസ് അടിച്ച് പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ വിചാരിച്ചു അവിടെ നിർത്തിക്കോണം ആ ദൈവദാസനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം. ഇതിൽ കൂടെ ഞാൻ ആ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അവിടെ ലൂക്കോസ് 10:21 വായിച്ചു. ശ്രദ്ധിക്കണേ ഒരു മിനിറ്റ്. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ, ഏത് നാഴികയിൽ? ശിഷ്യന്മാർ വന്ന് തങ്ങൾ കൽപ്പിച്ചപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു. സാത്താൻ മിന്നൽ വില്ലൽ പോലെ ആകാശം താഴെ വീഴുന്ന കണ്ടു. ഇത് കണ്ട കർത്താവ് അവൻ്റെ ഹൃദയം പെടഞ്ഞു വികസിച്ചു. ഈ റിജോയ്സ്ഡ് ഇൻ ഹിസ് ഹാർട്ട്. എപ്പോഴാ താൻ അധികാരം കൊടുത്തു വിട്ട ശിഷ്യന്മാർ അവർക്ക് കൊടുത്ത അധികാരം ഉപയോഗിച്ചു എന്നറിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഹൃദയം പെടഞ്ഞു വികസിച്ചു. He rejoiced in the Lord. ഒറ്റ ഭാഗത്തേ ഉള്ളൂ ബൈബിളിൽ കർത്താവ് ഇങ്ങനെ റിജോയ്സ് ചെയ്തെന്നുള്ള ഭാഗം. ഇതാ സന്ദർഭം. കാരണം എന്നെയും നിങ്ങളെയും കുറിച്ച് ഇങ്ങനെ കർത്താവ് റിജോയ്സ് ചെയ്യാൻ ആഗ്രഹിക്കുക. എന്നെക്കുറിച്ച്, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച്. ആരും എക്സെപ്ഷനല്ല. ആരും വിചാരിക്കണ്ട എനിക്കതിനുള്ള കഴിവില്ലെന്ന്. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇയാൻ റോബർട്ട്സിൻ്റെ കഥ കേട്ടെ. കൽക്കരി തൊഴിലാളിയായിരുന്നു. കൽക്കരി തൊഴിലാളി. അവൻ മുഷിഞ്ഞ കരി എന്ന് പറയുന്നത് മുഴുവൻ കരി പിടിച്ച്, ദേഹം മുഴുവൻ കരി പിടിച്ച് മുഷിഞ്ഞതായിട്ടുള്ള വേഷത്തിൽ ജീവിക്കുന്നതാളുടെ മനുഷ്യരാണ്. ആരും അവരെ അടുപ്പിക്കത്തില്ല. പക്ഷേ ഇയാൻ റോബർട്ട്സ് ദൈവത്തെ കണ്ടുമുട്ടി, അവരുടെ സ്നേഹത്തെ കണ്ടുമുട്ടി. ഇയാൻ റോബർട്ട്സിന് ബൈബിൾ പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. ആഗ്രഹം വന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന പരിചയമുള്ള ഒരു ബൈബിൾ കോളേജിൽ ചെന്നു. അവർ വലിയ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയേച്ച് പറഞ്ഞു, നോ, യു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ അഡ്മിഷൻ ഹിയർ. ഇവിടെ നിനക്ക് അഡ്മിഷൻ തരാൻ പറ്റത്തില്ല. നിനക്ക് വിളിയൊക്കെ ഉണ്ടായിരിക്കാം, അത് നീ ദൈവമായിട്ടൊക്കെ തീർത്തോ, ഞങ്ങൾക്ക് ഇവിടെ ഇതിനെപ്പോലുള്ളവർ എടുക്കാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ ഒരുപാട് കെഞ്ചപ്പോൾ പറഞ്ഞു, വേറെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പോസ്റ്റുണ്ട്. എന്താ പോസ്റ്റ് എന്നറിയാമോ? ഇവിടെ വരുന്ന ആളുകളുടെ ചെരുപ്പ്, ഷൂസൊക്കെ തുടച്ചു വിരിക്കി വെക്കണം. നമുക്ക് സമ്മതമാണെന്ന് ചോദിച്ചു. 100 പ്രാവശ്യം സമ്മതം, എനിക്കൊരു പ്രതിഫലവും തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ നോക്കിയപ്പോൾ ഒരു പ്രതിഫലം, ഒരു പൈസയും കൊടുക്കാതെ ഒരുത്തനെ കിട്ടി. എന്നാൽ പിന്നെ നീ അവിടെ വാതിക്കലിരുന്ന് ഷൂസ് പോളിഷ് ചെയ്ത് അകത്തോട്ട് കയറിപ്പോകലെന്ന് പറഞ്ഞു. ഇവൻ അവിടെ നിന്ന് ഷൂസൊക്കെ വേഗം പോളിഷ് ചെയ്ത് വെച്ച് ഹി വാസ് ലിസണിങ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം ഇവൻ ഇങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ച് നോട്ട്സ് എഴുതി ഇങ്ങനെ ഇരിക്കുക. ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ കർത്താവ് കൊടുത്ത ദൂതുകൾ ഇങ്ങനെ തിങ്ങി വിങ്ങുക. ഒരു തരത്തിൽ സഭയ്ക്കകത്തോട്ട് പ്രവേശനം കൊടുക്കത്തില്ല, അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നടന്ന സംഭവമാണ്. ഇവാൻ റോബർട്ട്സിൻ്റെ ആത്മകഥ പറയുന്ന സംഭവമാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാസ്റ്റർ വലിയൊരു കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് ക്ഷണിച്ചു വരുത്തി. പ്രസംഗകൻ വരും, ടൈമെല്ലാം ഫിക്സ് ചെയ്തു, ജനമെല്ലാം വന്നുകൂടി, പാട്ടുപാടി. പ്രസംഗകനെ കാണുന്നില്ല. പാസ്റ്റർ ആകെ വിഷമിച്ചു. പുൾപിറ്റിൻ്റെ മുമ്പിൽ കമന്ന് കിടന്ന് ദേവദാസൻ നെല്ലോടിച്ചു, കർത്താവേ പ്രസംഗിക്കാൻ വരാമെന്ന് പറഞ്ഞ ആൾ പ്രസംഗിക്കുന്നില്ല, എനിക്ക് നീ ദൂതൊന്നും തരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? തമ്പുരാൻ പറഞ്ഞു, മോനെ, നിന്റെ ആ പരിവാദിക്കൽ ഒരു കൽക്കരി തൊഴിലാളി ഇരിപ്പുണ്ട്, അവനായിട്ട് പ്രസംഗിക്കണ്ടേ? അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ സമ്മതിക്കില്ല കർത്താവേ. അവൻ വേറെ ഒരു കൽക്കരി തൊഴിലാളി. ഇവിടെ എല്ലാം വലിയ പ്രഭുക്കന്മാരാ, വലിയ ആൾക്കാരാ. ഇവരോട് പ്രസംഗിക്കാൻ
ഹി ഈസ് നോട്ട് ക്വാളിഫൈഡ്. കർത്താവ് ഒന്നും വേണ്ടിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു. മനുഷ്യൻ കിടന്ന് നിലവിളിക്കുക. തമ്പുരാൻ രണ്ടാമത് ചോദിച്ചു, മോനെ എന്തിനാണ് കിടന്ന് നിലവിളിക്കുന്നത്? ഇന്ന് പ്രസംഗിക്കേണ്ടത് അവനാ, മറ്റാരുമല്ല. നിവൃത്തിയില്ലാതെ പാസ്റ്റർ ആളയച്ചു. പാസ്റ്റർ വിളിക്കുമെന്ന് പറഞ്ഞു. ഒരു സന്തോഷത്തോട് ഓടിച്ചത്. നിന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കണമെന്ന് ദൈവാത്മാവനോട് പറയുന്നു. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ പ്രസംഗിച്ചോളാം പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്ന് ആ ഒറ്റ പ്രസംഗത്തിൽ ആ സഭ മുഴുവൻ മാനസാന്തരപ്പെട്ടു. അന്ന് കൽക്കരി തൊഴിലാളികളുടെ ഇടയിൽ വലിയൊരു ഉണർവ് ദൈവം ആരംഭിച്ചു. ഇതാ നമ്മുടെ ദൈവം. അവൻ്റെ വാക്കിന് വിലയോർക്കാൻ ചിലർ തയ്യാറായാൽ പെരുത്ത മീൻകൂട്ടം നിനക്ക് കിട്ടും. അവൻ്റെ വാക്കിന് നീ വലയിറക്കിയാൽ മതി. പെരുത്ത മീൻകൂട്ടം അവൻ നിനക്ക് തരാൻ വിശ്വസ്തനാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളാണ് ദൈവം ഈ നാടുകൾക്കുണ്ട്. പക്ഷെ സങ്കടമെന്നറിയാം, എന്താണെന്നറിയാമോ? പരമാത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളോടുകൂടി സഭ വർദ്ധിക്കും. സഭ വർദ്ധിച്ചു കഴിയുമ്പോൾ പിന്നെ സ്വന്തം മോനെ വലുതാക്കണം, സ്വന്തം ബാങ്ക് ബാലൻസ് വലുതാക്കണം, സ്വന്തം പേര് വലുതാക്കണം. അതിലേക്ക് മാറി അനേകരുടെ ശുശ്രൂഷ നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ദൈവസഭയ്ക്ക് മുഴുവൻ ദോഷമായി നിൽക്കുന്നു. ഞാൻ ആരെയും വ്യക്തിപരമായി പേരെടുത്ത് പറയത്തില്ല, അതെൻ്റെ ശുശ്രൂഷയല്ല. പക്ഷെ നിങ്ങളൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാ, അറിയുന്നവരാ. ചതിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. നിങ്ങൾക്ക് ദൈവാധികാരം തന്നിട്ടുണ്ട്. ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. അവന്റെ സമയത്ത് ദൈവം വിടുതൽ തരും. യോബ് പറയുന്ന പോലെ ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിന്മേലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയില്ലെങ്കിൽ, ഓ ഈ ദൈവത്തെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആനി ബെസന്റ് പോയതുപോലെ ഓരോന്ന് ചോദിക്കൂ. പക്ഷേ ദൈവസന്നിധിയിൽ വിടുതലിന് വേണ്ടി കാത്തിരുന്നിട്ടുള്ള ഒരൊറ്റരെയും അവൻ ലജ്ജിപ്പിച്ചിട്ടില്ല. അവനെ അവൻ മാനിച്ചിട്ടേ ഉള്ളൂ. അതാണ് എൻ്റെ ധൈര്യം. കഴിഞ്ഞ 5 വർഷമായി എല്ലാ ദിവസവും 1.5 ദിവസത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദന ഡോക്ടർമാർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാകത്തില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ല. പലപ്പോഴും പിശാച് വന്ന് കുത്തും. നീടാ എന്തിനാ പ്രാർത്ഥിക്കും? നിന്റെ ദൈവം നീ ഇത്ര പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ല. നീ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? നീ എന്തിനാ പ്രസംഗിക്കുന്നത്? നീ എന്തിനാ നല്ലത് ഉണ്ടാകുന്നത്? ഇല്ല, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറുന്നവനല്ല, അന്ത്യത്തോളം നടത്താൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് എന്തെല്ലാം പ്രതികൂലം വന്നാൽ, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാൽ, നിരാശകൾ വന്നാലും, വേദനകൾ വന്നാലും, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നമുക്ക് നിവർത്തിക്കാം. പ്രിയമുള്ളവരെ, അനേക വാക്യങ്ങളുണ്ട്. ഞാനിതെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. വാക്യങ്ങൾ എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ വേണമെന്ന് എഴുതിയെടുത്തോ. വാക്യങ്ങൾ പറഞ്ഞുതരായോ? 1 യോഹന്നാൻ 2:13-14, 1 John chapter 2 verse 13-14, അപ്പോസ്തല പ്രവൃത്തികൾ 26:18, ആക്ട്സ് 26:18, ജെയിംസ് 4:7, യാക്കോബ് 4:7, എഫേസ്യർ 4:27, എഫേഷ്യൻസ് 4th chapter 27 verse, എഫേഷ്യൻസ് 6:11, 6:11, റോമൻസ് 16:20, റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം, മർക്കോസ് 16:17, ലൂക്കോസ് 9:40, ലൂക്കോസ് 10:18-20, യോഹന്നാൻ 17:15, ജോൺ 17:15, അപ്പോസ്തല പ്രവൃത്തികൾ 8:7, ആക്ട്സ് 8:7, അപ്പോസ്തല പ്രവൃത്തികൾ 19:12,
1 തിമോത്തിയോസ് 5:14. 1 Timothy chapter 5 verse 48. അപ്പൊ ഇത്രയും വാക്യം മതിയോ? ദൈവത്തിൽ വചനം പറയുന്നു, ഏത് വാക്യത്തിനും വിശ്വസിക്കണമെന്ന് എന്ത് വേണം? ഒരു ഇട വേണം. അതിനോട് ചേർന്ന ഒരു വാക്യം കിട്ടിയാൽ മതി, നമുക്കത് മുറുകെ പിടിക്കാം എന്നാ വചനം പറയുന്നു. ബൈബിളിൽ നമുക്ക് ഇഷ്ടംപോലെ വാക്യങ്ങളാണ് വ്യക്തമായിട്ട്. ഇത് നമുക്ക് മടങ്ങി വരാം. ഈ അധികാരം എന്നുള്ള വാക്ക് ഇത് എഴുതിയെടുക്കേണ്ടോ? എഴുതിയെടുത്തോ. ദ വേർഡ് അതോറിറ്റി ഈസ് യൂസ്ഡ് 481 times. 481 times. ഇതിൽ 371 ഭാഗങ്ങളും ദൈവം മനുഷ്യന് കൊടുത്ത അധികാരത്തെക്കുറിച്ച് പറയാനാണ്. ആലോചിച്ച് നോക്കിയേ. 481 ഭാഗത്ത് അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 371 അധികാരങ്ങളും ദൈവം മനുഷ്യന് കൊടുത്ത അധികാരത്തെക്കുറിച്ചാണ്. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് വിടുകയാണ്. ഇനി അടുത്തതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 4-ാമതായിട്ട് ദൈവവചനത്തിൻ്റെ അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒരു വാക്യം എടുക്കാം. യോഹന്നാൻ 8:31-32. യോഹന്നാൻ 8:31-32. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ ആകുകയും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ വചനത്തിൻ്റെ ശക്തി എന്താ? വചനത്തിൻ്റെ ശക്തി നമ്മളെ സ്വതന്ത്രരാക്കുന്നതാണ്. വചനത്തിൽ നമ്മൾ നിലനിന്നാൽ ആ വചനം നമ്മളെ സത്യം അറിയാൻ സഹായിക്കും. നമ്മൾ എന്തായിട്ട് മാറും? സ്വതന്ത്രരായി മാറും. അപ്പോൾ വചനത്തിൻ്റെ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുക. അടുത്ത് യോഹന്നാൻ 5:15-7. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. വചനത്തിൻ്റെ അധികാരമാണ്. അപ്പോൾ ദൈവവചനം നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലും വസിച്ചാൽ അങ്ങനെ വസിക്കാനുള്ള ഗുണം എന്തുവാ? നമ്മൾ എന്തേ ചോദിക്കത്തുള്ളൂ? ദൈവ ഇഷ്ടപ്രകാരമുള്ളതേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ദൈവ ഇഷ്ടപ്രകാരം ചോദിക്കുന്നത് എന്ത് നമുക്ക് കിട്ടും? അല്ലേ? ചിലപ്പോൾ താമസം വന്നെന്ന് വരും, ചിലപ്പം ദൈവം നോന്നെന്ന് പറഞ്ഞെന്ന് വരും, ചിലപ്പോൾ പെട്ടെന്ന് മറുപടി എന്നെന്ന് വരും. ഇതെല്ലാം പ്രാർത്ഥനയുടെ മറുപടിയിലുള്ളതാണ്. അടുത്തതായിട്ട് 5-ാമതായിട്ട് അതോറിറ്റി ടു ട്രാമ്പിൾ ഡൗൺ സൈറ്റൻ. സാത്താനെയും അവൻ്റെ സകല സൈന്യത്തെയും ചവിട്ടി മെതിക്കാനുള്ള അധികാരം. നേരത്തെ നമ്മളത് കണ്ടു. അത് ഒന്നുകൂടെ ഞാനൊന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ലൂക്കോസ് 10:19, ലൂക്ക് 10:19, ലൂക്കോസ് 10:20-21, സങ്കീർത്തനങ്ങൾ 91:13. അത് മാത്രം ഒന്ന് വായിച്ചു. സങ്കീർത്തനം 91:13. സിംഹത്തിന്മേൽ ശ്രദ്ധിക്കണേ, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ നീ മെതിച്ചളയും. ഇത് ദൈവത്തെ പരീക്ഷിക്കാനുള്ള മാർഗമൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവം ഇതിന് ഈ വാക്യം വെച്ചുകൊണ്ട് മരണകരമായ യാതൊന്ന് കുടിച്ചാൽ നിങ്ങൾക്ക് ദോഷം വരുത്തില്ല. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്. അത് വെച്ചുകൊണ്ട് വിഷമെടുത്ത് കുടിച്ചാൽ എല്ലാം ചത്തുപോയി. കാരണം ചില സാഹചര്യം. അതേ സമയത്ത് പൗലോസ് മെലിത്ത ദ്വീപിൽ അകപ്പെട്ടു. പൗലോസിൻ്റെ കയ്യിൽ എന്ത് വന്ന് കടിച്ചു? അണലി വന്ന് കടിച്ചു. എന്തെങ്കിലും പൗലോസിന് പറ്റിയോ? ഇല്ല. അണലി അത്തതല്ലാതെ പൗലോസിനൊന്നും സംഭവിച്ചില്ല. അവിടെ ആ വാക്യം അവിടെ പ്രസക്തം. നമ്മൾ കയറി വേണ്ടാത്തതിന് ആ പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ ആ പാമ്പിനെയും എന്താ അണലിയെ പെരുമ്പാമ്പിനെയും നീ ചവിട്ടും അല്ലേ? അല്ലേ എന്തൊക്കെ നമ്മളെ ക്ലിയർ ആയിട്ട് അണലിമേലും പെരുമ്പാമ്പിന്മേലും നീ ചവിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അണലിയും പെരുമ്പാമ്പിനെയും കയറി ചവിട്ടാനൊന്നും പോട്ട കാര്യമൊന്നുമില്ല. പക്ഷെ വചനം പ്രസംഗിക്കാൻ നീ നടക്കുമ്പോൾ
ഒരു പക്ഷേ ഇതൊക്കെ നിന്നെ ആക്രമിച്ചാലും നിനക്കൊരു ദോഷം തട്ടാതെ ദൈവം നിന്നെ പരിപാലിക്കും. അതതിൻ്റെ അർത്ഥം. പണ്ടേറെ വയ്യാന്ന് കുടിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരത്തില്ല. അതൊക്കെ ആ കോണ്ടെക്സ്റ്റ് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വെറുതെ ആവശ്യമില്ലാതെ ദൈവം നമ്മൾ തന്നെ പരീക്ഷിക്കാൻ പോകേണ്ട കാര്യത്തില്ല. കാരണം പിശാചി തന്നെ കർത്താവിനോട് എന്താ പറഞ്ഞു, നീ ഇങ്ങോട്ട് ഈ ഇതിൻ്റെ മലയുടെ വെളി താഴോട്ട് ചാടിക്കോ, നീ ദൈവത്തിനാണെങ്കിൽ ദൂതന്മാർ തന്നെ കരങ്ങൾ വഹിച്ചോളുമല്ലോ. അപ്പം കർത്താവ് എന്താ പറഞ്ഞു, എന്നാ പിന്നെ ചാടി കാണിച്ചു തരാണമെന്ന് പറഞ്ഞു. ഇല്ല, എന്നിട്ട് കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ വചനത്തിൽ പറഞ്ഞ ദൈവത്തെ പരീക്ഷിക്കാനല്ല, മറിച്ച് നമ്മുടെ ഒരു അത്യാവശ്യ സാഹചര്യങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്യാനും പ്രാർത്ഥിക്കാനും. പിന്നെ അവിടെ വേറൊരു വാക്യം താഴോട്ടുണ്ട്, നിങ്ങൾ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. എന്താ ഈ മെതിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ട്രാമ്പിൾ ഡൗൺ. എന്തോ നമ്മൾ മെതിക്കുന്നേ? പഴയകാലം കറ്റ മെതിക്കും അല്ലേ? കറ്റ മെതിക്കുന്നത് എങ്ങനെയാ? ചിലർ ചവിട്ടി മെതിക്കും, ചിലർ കല്ലിൽ അടിച്ചു മെതിക്കും. അപ്പം ഈ ചവിട്ടി മെതിക്കുന്ന എന്തിനാ? ഈ കറ്റയും കതിരും തമ്മിൽ വേർപെടാനാണ് അല്ലേ? ഞങ്ങൾക്ക് പണ്ട് മുതിര കൃഷിയൊക്കെ ഉണ്ടായി, കണ്ടമാനം മുതിര കൃഷി ചെയ്യുവാൻ. അപ്പോൾ ഈ മുതിര ഇതേപോലെ കൊണ്ടുവന്ന് ചിലപ്പോൾ ഒന്ന് ചവിട്ടി ഒന്ന് മെതിച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഈസിയായിട്ട് ഈ മുതിര പുറത്ത് വരും. വളരെ എളുപ്പം. അതുകൊണ്ട് പലതും എങ്ങനെയാണ് നമ്മളെ ചവിട്ടി മെതിക്കുക. ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഉണ്ട്, സമ്മതിച്ചു. അവൻ കഴിഞ്ഞ നാളുകളിൽ നിന്റെ അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കേണ്ടതൊക്കെ വിഴുങ്ങിയത് നീ ചവിട്ടി മെതിച്ച് അവനെ കൊണ്ട് തിരിച്ചു കത്തിക്കണം. മനസ്സിലായോ? ഇല്ല, ട്രാമ്പിൾ ഡൗൺ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിശാചിനെ ചവിട്ടി മെതിച്ച് കഴിഞ്ഞ നാളുകളിൽ ദൈവം നിനക്ക് തരാമെന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ എന്തെങ്കിലും അവൻ വിഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ ചവിട്ടി മെതിച്ച് അവരെ കൊണ്ട് തിരിച്ചു കത്തിക്കാനാണ്, ചവിട്ടാനും മെതിക്കാനും ദൈവം നിനക്ക് അനുഗ്രഹം അധികാരം തന്നിരിക്കുന്ന. നമ്മളാരും ചില്ലറക്കാരൊന്നുമില്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇപ്പം പലരൊക്കെ ചിലപ്പം കമൻറ്റ് വരുമായിരിക്കും, വട്ടണ ഏതാണ്ട് സാറിന് ഇച്ചിരി ലൂസ് ഇളകി സാറിനൊക്കെ പറയുമായിരിക്കും. ഐ ആം നോട്ട് ബോതേർഡ്. വചനമിതാ പറയുന്നത്, ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് സകലത്തിന്മേലുള്ള അധികാരം, അന്ധകാരശക്തി. നമ്മൾക്ക് ദേശത്ത് ഈ പണ്ടൊക്കെ വീടുകളൊക്കെ വലിയ പ്രശ്നമാണ്. അവിടെ പോക്കുവരത്തുണ്ട്, അതിലൊരു പോക്കുവരത്തുണ്ട്, അവിടെ ഒരു മാടനടിയുണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചതുണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ വീട് വെക്കരുത്, ഇവിടെ ആ ദോഷമുണ്ട്, അവിടെ ഈ ദോഷമുണ്ട്. ഇങ്ങനെ എന്തെല്ലാം പഴയ കാലത്തെ അന്ധവിശ്വാസങ്ങൾ തമ്പുരാൻ അതിൽ നിന്നൊക്കെ നമ്മളെ പുറത്തെടുത്തതാ. അന്ധകാര ശക്തികളുണ്ട്, ദേശത്തിന് ദേശാധിപതി ഉണ്ട്. പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മ അവൻ മുടക്കിയില്ല. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന് ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. സർവശക്തൻ നിനക്ക് ചുറ്റും നിനക്കുള്ള സകലത്തിനും ചുറ്റും അവൻ വേലി കെട്ടിക്കാക്കുന്ന ദൈവമാ. നീ പാപം ചെയ്ത് വേലി പൊളിക്കാതിരുന്നാൽ മതി. നീ പാപം ചെയ്താൽ വേലി പൊളി, പിശാച് കയറും, നിന്റെ സകലതും നമുക്ക് അവിടുന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ട് പാപം ചെയ്യാതെ നിന്നെ തന്നെ സൂക്ഷിച്ചോണം, കോട്ട കെട്ടി കാത്തുകൊള്ളണം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ വാക്യമുണ്ടല്ലോ, സംഹാരം നിനക്കെതിരെ കയറി വരുന്നത് കൊണ്ട് കോട്ട കാത്തുകൊള്ളുക. കോട്ട കാത്തുകൊള്ളണം. പിശാച് നമ്മളെ അലറുന്ന സിംഹം എന്ന പോലെ വിഴുങ്ങേണ്ടത് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം, കോട്ട കാത്തുകൊള്ളണം, നമ്മൾ ജയിച്ചു മുന്നേറണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് അതോറിറ്റി ഓവർ സിക്നെസ്. രോഗങ്ങളുടെ മേൽ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. വാക്യം എടുക്കാം. മത്തായി 28 18 19 20 വായിച്ച് അവിടെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മത്തായി 28 18 19 20. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ആ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? കർത്താവ് പറയാണ് സ്വർഗത്തിലും ഭൂമിയിലുള്ള, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയാണ് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ഇപ്പോൾ ആർക്കാ? പിതാവ്
എനിക്ക് നൽകിയിരിക്കുക. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? എൻ്റെ പിതാവ് എനിക്ക് നൽകിയ സകല അധികാരങ്ങളും ഞാൻ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഈ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ, അതോറിറ്റി ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ലിനിമോക്ക് അത് മനസ്സിലാവും, ചാർജിലിരിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഞാൻ പ്രിൻസിപ്പളായിരുന്ന സമയത്താണ് എനിക്കിതിൻ്റെ വലിയ ഇതിൻ്റെ വലിയ സാധ്യത മനസ്സിലായി. ഇപ്പം ഞാൻ പ്രിൻസിപ്പളിൻ്റെ കസേരയിൽ ഇരിക്കുക, എനിക്ക് ഒരു ദിവസം ലീവ് എടുക്കണമെങ്കിൽ ഞാൻ വ്യക്തമായി എഴുതും, ഐ ഹിയർ ബൈ അസൈൻ ദ പ്രിൻസിപ്പൽസ് ഡ്യൂട്ടി എക്സെപ്റ്റ് ദ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ടു സോ ആൻഡ് സോ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രിൻസിപ്പളിൻ്റെ അധികാരം ഫിനാൻഷ്യൽ ഇടപാടുകൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ ലീവായതുകൊണ്ട് ഇന്ന പ്രൊഫസറിനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാം. പിന്നെ എനിക്കത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, ഞാനതനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. കർത്താവ് പറയാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയാണ്, എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലുള്ള അധികാരം മുഴുവൻ പിതാവായ ദൈവം എനിക്ക് തന്നു, ഞാൻ ഈ അധികാരം മുഴുവൻ ആർക്ക് തരിക? നിങ്ങൾക്ക് തരിക. എന്തധികാരം? രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് പ്രസംഗിപ്പാൻ. കർത്താവിനുണ്ടായിരുന്ന അധികാരം. കർത്താവ് രോഗികളുടെ മേൽ കൈവച്ചവർക്കെല്ലാം സൗഖ്യം വന്നില്ലേ? എല്ലാവരും കർത്താവ് സൗഖ്യമാക്കി അയച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്കും സകല രോഗത്തിന്മേലും അധികാരമുണ്ട്. വളരെ മനസ്സിലൊരു ചോദ്യം കാണും, എന്നാൽ പിന്നെ ഈ സാറിനങ്ങ് പ്രാർത്ഥിച്ചങ്ങ് സൗഖ്യം പ്രാപിക്കാത്തത്. പ്രിയമുള്ളവർ, എല്ലാത്തിനും കർത്താവിനൊരു സമയമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എന്തോ ഒരു കൃപയായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ തൂവാല കൊണ്ടിട്ട് രോഗികൾ വരെ സൗഖ്യമായി. പക്ഷെ പൗലോസിന് തൻ്റെ ജീവിതത്തിൽ ശൂലം ഉണ്ടായിരുന്നു. ശൂലം എന്താണെന്ന് നമുക്കറിയത്തില്ല. 3 പ്രാവശ്യം അപേക്ഷിച്ചു. 3 പ്രാവശ്യം തമ്പുരാൻ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ കൃപ അതായിരുന്നു. ഓരോരുത്തർക്കും ഓരോ കൃപയാണ്. ഓറൽ റോബർട്സ് എന്ന് പറയുന്നത് വലിയൊരു ദൈവദാസനം ഉണ്ടായിരുന്നു. ഭയങ്കര ശക്തമായിട്ട് രോഗശാന്തി വരം ശക്തമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചൊരു ദൈവദാസനം കടന്നുപോയി. അദ്ദേഹത്തിന് അപ്പൻഡിസൈറ്റിസിന് ഓപ്പറേഷൻ വേണ്ടി വന്നു, അതിൽ കൂടെ കടക്കേണ്ടി വന്നു. പക്ഷേ ഇദ്ദേഹത്തെ അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷനായിട്ട് തിയേറ്ററിലേക്ക് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ ഇതാ രോഗശാന്തിയുടെ വരം എൻ്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്നു, ആർക്കെങ്കിലും രോഗസൗഖ്യം വേണമെങ്കിൽ എന്നെ പിടിച്ചോളാൻ പറഞ്ഞു. അത് ഈ സ്ട്രെച്ചറിൽ നിൽക്കൊണ്ട് പോയിരുന്ന നേഴ്സ് അനേക നാളുകളായി അവളെ കഷ്ടപ്പെട്ടിരുന്ന രോഗമുണ്ടായിരുന്നു. അവൾ വിശ്വാസ സ്ട്രെച്ചറെ കയറി പിടിച്ചു. ഇമ്മീഡിയറ്റ്ലി ഷി വാസ് ഹീൽഡ്. ഇതൊക്കെ സത്യങ്ങളായിട്ടോ, വെറും ഭംഗിവാക്കുകളല്ല. ഇൻസ്റ്റന്റ്ലി ഹി വാസ് ഹീൽഡ്. പക്ഷേ ഹി ഹാഡ് ടു അണ്ടർഗോ ദാറ്റ് ഓപ്പറേഷൻ കൂടെ അവന് കടക്കേണ്ടി വന്നു. പക്ഷേ അവൻ്റെ ദേഹത്ത് തൊട്ട് സൗഖ്യമാക്കുന്ന ശക്തി വ്യാപരിച്ച് അവൻ്റെ ദേഹത്ത് തൊട്ടപ്പോൾ ആ സ്ത്രീക്ക് സൗഖ്യമായി. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ സ്ത്രീക്ക് സൗഖ്യമായി. അപ്പോൾ അധികാരമാണ് ആ തൊങ്ങൽ എന്ന് പറഞ്ഞാൽ അധികാരത്തെ കാണിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും ഈ അധികാരം ദൈവം തന്നിരിക്കുകയാണ്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. കാരണം 12 മണി വരെ നീട്ടി വലിച്ച് പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യമുള്ളത്, കാരണം നമുക്ക് ശ്രദ്ധിക്കുന്നതിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല, മനുഷ്യമായ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവസാനമായിട്ട് മരണത്തിന്മേലുള്ള ജയം നമ്മുടെ അവകാശമാണ്. ഇന്ന് മരണത്തെ എല്ലാവർക്കും പേടിയാണ്, അല്ലേ? മരണത്തെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ലീലാമ്മേൻ്റെ കൈവെക്കുമെന്ന് എനിക്കറിയാം. പോകത്തില്ല. ഉള്ള കാര്യം സാർ, വെരി ഗുഡ്. ഞാൻ അപ്രീഷിയേറ്റ്. നമുക്കൊക്കെ മരിക്കാൻ ഭയമുണ്ട്. അത് മരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നൊക്കെ നമുക്ക് നല്ല ഉറപ്പൊക്കെ ഉണ്ട്. എന്നാൽ ഈ പ്രിയപ്പെട്ടവരെ അവരെ ഇതൊക്കെ വിട്ടു പോകണം. ലീലാമ്മയ്ക്കാണെങ്കിൽ ഇപ്പം ഒരു കൊച്ചുമോനെ കൂടെ ദൈവം നൽകിയിരിക്കുക. അപ്പോൾ അവനെ കൂടെ കുറച്ച് ആൾ നേരത്തോട്ടൊക്കെ നടക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ കർത്താവ് അവനൊന്ന് പെണ്ണ് കെട്ടി കണ്ടയച്ച് എനിക്കൊന്ന് മരിക്കണം. പിന്നെ പെണ്ണ് കെട്ടി കഴിയുമ്പോൾ കർത്താവ് അവനൊരു കുഞ്ഞിനെ കൂടെ കൊടുത്തേച്ച് അതും എനിക്ക് കാണണം എന്നൊക്കെ നമ്മുടെ ആവശ്യങ്ങളും കേട്ട് നീണ്ടു പോകും. നമ്മൾ മനുഷ്യരാണ്.
മരണത്തിന്മേലുള്ള ജയം. ഇത് പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവരുടെ മരണസമയത്ത് അവരെത്ര ശാന്തമായിട്ടാണ് മരണത്തെ വെരി ക്വൈറ്റ്. സാധു കൊച്ചുപദേശിയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇതാണോ മരണം, ദൂതന്മാർ എന്നെ എതിരേൽക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാധു കൊച്ചുപദേശി നിത്യത്തിലേക്ക് പ്രവേശിച്ചു. എത്രയോ പേരുടെ സാക്ഷി ഞാൻ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പലരുടെയും മരണക്കിടക്കയിൽ കൈയടിക്കാൻ ദൈവം എനിക്ക് കഴിഞ്ഞ നാൾ ഭാഗ്യം തന്നിട്ടുണ്ട്. വിശ്വാസികളായിട്ടുള്ള ദൈവമക്കൾ കടന്നു പോകുന്നത് എത്ര ശാന്തമായിട്ട്. കാരണം അവർക്ക് മരണത്തെ ജയിച്ചൊരു കർത്താവാണ് അവരുടെ ജീവൻ. അവനാണ് അവരുടെ വീണ്ടെടുപ്പുകാരൻ. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. അവൻ എന്നും ജീവിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരണത്തിനപ്പുറം എന്തുണ്ട്? ഒരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ അവിടെ രോഗമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, വേദനയില്ല, സങ്കടമില്ല. മറിച്ചോ എപ്പോഴും കുഞ്ഞാടിനെ മുഖാമുഖമായി കണ്ട് നാം അവനെ ആരാധിക്കുന്ന മനോഹരമായ ഒരു സുദിനം ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സുദിനത്തിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവ് തൻ്റെ മക്കൾക്ക് വെച്ചിട്ടുള്ള എല്ലാ അധികാരങ്ങളും പ്രാപിച്ച് ഈ നാളിൽ കർത്താവിന് വേണ്ടി കത്തിജ്വലിപ്പാൻ നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.